ഹാവ്രൂത്ത ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും 55 ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: ആരെ ഭയന്നാണ് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത്? എ. ഈജിപ്തുകാരെ, ബി. മിദിയാൻകാരെ, സി. ഫിലിസ്തീയരെ, ഡി. മാവോന്യരെ. ശരിയുത്തരം ബി. മിദിയാൻകാരെ. രണ്ടാമത്തെ ചോദ്യം: ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ അവരെ ആക്രമിച്ചിരുന്നത് ആരല്ല? എ. മിദിയാൻകാരും ഈജിപ്തുകാരും അമ്മോന്യരും, ബി. അമലേക്യരും ഫിലിസ്തീയരും സീദോന്യരും, സി. പൗരസ്ത്യരും അമലേക്യരും അമോര്യരും, ഡി. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും. ശരിയുത്തരം ഡി. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും. മൂന്നാമത്തെ ചോദ്യം: യോവാഷ് ഏതു വംശജനായിരുന്നു? എ. അബിയേസർ, ബി. കേന്യവംശം, സി. ഇസ്സാക്കർ, ഡി. ദാൻ. ശരിയുത്തരം എ. അബിയേസർ. നാലാമത്തെ ചോദ്യം: യോവാഷിൻ്റെ പുത്രൻ. എ. ഒത്നിയേൽ, ബി. അബിമലക്, സി. ഗിദയോൻ, ഡി. ജായിർ. ശരിയുത്തരം സി. ഗിദയോൻ. അഞ്ചാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗിദയോനെ അഭിസംബോധന ചെയ്തതെങ്ങനെ? എ. ധീരനും ശക്തനുമായ മനുഷ്യ, ബി. ധീരനും ബുദ്ധിമാനുമായ മനുഷ്യ, സി. ബുദ്ധിമാനും ശക്തിമാനുമായ മനുഷ്യ, ഡി. ബുദ്ധിമാനും വിവേകവാനുമായ മനുഷ്യ. ശരിയുത്തരം എ. ധീരനും ശക്തനുമായ മനുഷ്യ. ആറാമത്തെ ചോദ്യം: മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണെന്നും എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ എന്നും പറഞ്ഞതാര്? എ. യോവാഷ്, ബി. ഗാൽ, സി. ഗിദയോൻ, ഡി. അബിമലക്. ശരിയുത്തരം സി. ഗിദയോൻ. ഏഴാമത്തെ ചോദ്യം: കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് ഗിദയോൻ ചോദിച്ചത് ആരോടാണ്? എ. പൂരായോട്, ബി. കർത്താവിൻ്റെ ദൂതനോട്, സി. യോവാഷിനോട്, ഡി. എഫ്രായിംകാരോട്. ശരിയുത്തരം ബി. കർത്താവിൻ്റെ ദൂതനോട്. എട്ടാമത്തെ ചോദ്യം: ഞാൻ എൻ്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗിദയോൻ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ കൊണ്ടുവന്നാണ് കാഴ്ചവെച്ചത്? എ. കർത്താവിനായി പണിത ബലിപീഠത്തിൽ, ബി. ബാലിൻ്റെ യാഗപീഠം തകർത്ത ശേഷം പണിത ബലിപീഠത്തിൽ, സി. പാറമേൽ, ഡി. ഓക്കുമരത്തിൻ കീഴിൽ. ശരിയുത്തരം ഡി. ഓക്കുമരത്തിൻ കീഴിൽ. ഒൻപതാമത്തെ ചോദ്യം: ഗിദയോൻ കർത്താവിന് വേണ്ടി പണിത ബലിപീഠത്തിന് നൽകിയ പേര്? എ. യാഹ്വേയിരെ, ബി. യാഹ്വേ എലോഹിം, സി. യാഹ്വേ ഷലോം, ഡി. യാഹ്വേ റാഫ. ശരിയുത്തരം സി. യാഹ്വേ ഷലോം. പത്താമത്തെ ചോദ്യം: കർത്താവ് പറഞ്ഞതനുസരിച്ച് ഗിദയോൻ കർത്താവിനർപ്പിച്ച ബലി എന്തായിരുന്നു? എ. പുളിപ്പില്ലാത്ത അപ്പവും മാംസവും, ബി. തൻ്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ, സി. തൻ്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള ആദ്യത്തെ കാളയെ, ഡി. തൻ്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ. ശരിയുത്തരം ബി. തൻ്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. 11ാമത്തെ ചോദ്യം: കർത്താവ് പറഞ്ഞത് പ്രകാരം ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്താനും പ്രതിഷ്ഠയെ വെട്ടിവീഴ്ത്താനും കാളയെ ബലിയർപ്പിക്കാനുമായി ഗിദയോൻ വേലക്കാരെയും കൂട്ടി രാത്രി പോയതിനു കാരണം: 1. കുടുംബക്കാരെ ഭയന്ന്, 2. പട്ടണവാസികളെ ഭയന്ന്, 3. പകൽ സമയം ലഭിക്കാത്തതിനാൽ, ഡി. എല്ലാവരുടെയും സൗകര്യത്തിന്. എ. 1 ഉം 3, ബി. 2 ഉം 4, സി. 3 ഉം 4, ഡി. 1 ഉം 2. ശരിയുത്തരം ഡി. 1 ഉം 2, അതായത് കുടുംബക്കാരെ ഭയന്നും പട്ടണവാസികളെ ഭയന്നും. 12ാമത്തെ ചോദ്യം: നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. ആരുടെ വാക്കുകൾ? എ. ഗിദയോൻ്റെ, ബി. കർത്താവിൻ്റെ ദൂതൻ്റെ, സി. മിദിയാൻകാരുടെ, ഡി. യോവാഷിൻ്റെ. ശരിയുത്തരം ഡി. യോവാഷിൻ്റെ. 13ാമത്തെ ചോദ്യം: ജെറുബാൽ എന്ന പേരിൻ്റെ അർത്ഥം? എ. ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ, ബി. ബാൽ തന്നെ അവനെ വകവരുത്തട്ടെ,
സി ബാൽ തന്നെ പോരാടട്ടെ, ഡി ബാൽ തന്നെ അവന് വിധി കൽപ്പിക്കട്ടെ. ശരിയുത്തരം എ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. 14-ാമത്തെ ചോദ്യം, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം ഞാൻ നടത്തട്ടെ എന്നാണ് ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞത്? എ ആട്ടിൻ രോമം, ബി മഞ്ഞുതുള്ളി, സി തുകൽ വസ്ത്രം, ഡി ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം. ശരിയുത്തരം ഡി ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം. 15-ാമത്തെ ചോദ്യം, മിദിയാൻകാരെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദെയോനോട് പറയാൻ കാരണം? എ ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കുമെന്നതിനാൽ, ബി കുറച്ചുപേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, സി നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ, ഡി കൂട്ടത്തിൽ ഭയന്നു വിറയ്ക്കുന്നവർ ഉള്ളതിനാൽ. ശരിയുത്തരം സി നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ. 16-ാമത്തെ ചോദ്യം, വെള്ളം നക്കി കുടിച്ച എത്ര പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കുമെന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? എ 100, ബി 22,000, സി 300, ഡി 10,000. ശരിയുത്തരം സി 300. 17-ാമത്തെ ചോദ്യം, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? എ യോവാഷിനോട്, ബി ഗിദെയോനോട്, സി പൂരായോട്, ഡി യോത്താമിനോട്. ശരിയുത്തരം ബി ഗിദെയോനോട്. 18-ാമത്തെ ചോദ്യം, കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, അവൻ പറയുന്നത് നീ കേൾക്കുക, അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. അവൻ ആര്? എ യോവാഷ്, ബി കർത്താവിൻ്റെ ദൂതൻ, സി യദർ, ഡി പൂര. ശരിയുത്തരം ഡി പൂര. 19-ാമത്തെ ചോദ്യം, ഗിദെയോൻ്റെ പിതാവായ യോവാഷ് ഏതു ദേശക്കാരനായിരുന്നു? എ ഇസ്രായേൽ, ബി ഈജിപ്ത്, സി ഷെക്കെം, ഡി ഗിലെയാദ്. ശരിയുത്തരം എ ഇസ്രായേൽ. 20-ാമത്തെ ചോദ്യം, 3 ഗണങ്ങളും ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചുകൊണ്ട് എന്തു പറഞ്ഞാണ് ആർത്തു വിളിച്ചത്? എ കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ, ബി ഞങ്ങൾ യുദ്ധത്തിനു തയ്യാറായി, സി മിദിയാൻകാരെ ഇറങ്ങി വരുവിൻ, ഡി കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. ശരിയുത്തരം എ കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ. 21-ാമത്തെ ചോദ്യം, ഭടന്മാർ കാവൽ മാറുന്ന ഏത് സമയത്താണ് ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയത്? എ അതിരാവിലെ, ബി മധ്യയാമാരംഭത്തിൽ, സി അർദ്ധരാത്രി, ഡി രാത്രിയുടെ 3-ാം യാമത്തിൽ. ശരിയുത്തരം ബി മധ്യയാമാരംഭത്തിൽ. 22-ാമത്തെ ചോദ്യം, 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ കർത്താവ് മിദ്യാൻ പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചതെന്ത്? എ എതിർ സൈന്യത്തെ വാൾ കൊണ്ട് വെട്ടാൻ, ബി ഓടി രക്ഷപ്പെടാൻ, സി തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ, ഡി സഹയോദ്ധാക്കളെ വാൾ കൊണ്ട് വെട്ടാൻ. ശരിയുത്തരം സി തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ. 23-ാമത്തെ ചോദ്യം, ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാരാണ് മിദ്യാൻകാരെ പിന്തുടർന്നത്? എ നഫ്താലി, ആഷേർ, മനാസെ, ബി നഫ്താലി, ദാൻ, മനാസെ, സി ആഷേർ, മനാസെ, ബെഞ്ചമിൻ, ഡി നഫ്താലി, മനാസെ, ബെഞ്ചമിൻ. ശരിയുത്തരം എ നഫ്താലി, ആഷേർ, മനാസെ. 24-ാമത്തെ ചോദ്യം, എഫ്രായിംകാർ പിടികൂടിയ ഓറബ്, സേബ് എന്നിവർ ആരായിരുന്നു? എ സുക്കോത്തിലെ പ്രമാണികൾ, ബി മിദ്യാൻ രാജാക്കന്മാർ, സി പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവർ, ഡി മിദ്യാൻ പ്രഭുക്കൾ. ശരിയുത്തരം ഡി മിദ്യാൻ പ്രഭുക്കൾ. ചോദ്യം, എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ എന്തിനേക്കാൾ എത്രയോ മെച്ചമെന്നാണ് ഗിദെയോൻ എഫ്രായിംകാരോട് പറഞ്ഞത്? എ കാലാപെറുക്കലിനേക്കാൾ, ബി ഗോതമ്പ് മെതിക്കുന്നതിനേക്കാൾ, സി മുന്തിരിക്കൊയ്ത്തിനേക്കാൾ, ഡി യുദ്ധത്തിനേക്കാൾ. ശരിയുത്തരം സി മുന്തിരിക്കൊയ്ത്തിനേക്കാൾ. 26-ാമത്തെ ചോദ്യം, ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് ഗിദെയോൻ ആദ്യം എവിടുത്തെ ജനങ്ങളോടാണ് പറഞ്ഞത്? എ സുക്കോത്തിലെ, ബി പെനുവേലിലെ, സി മിദ്യാനിലെ, ഡി എഫ്രായിമിലെ. ശരിയുത്തരം എ
സുക്കോത്തിലെ. 27-ാമത്തെ ചോദ്യം, മിദിയാൻ രാജാക്കന്മാരായ ആരെയെല്ലാം താൻ പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണെന്നാണ് ഗിദെയോൻ സുക്കോത്തുകാരോട് പറഞ്ഞത്? എ. ഓറബിനെയും സേബിനെയും, ബി. സേബായെയും സൽമുന്നായെയും, സി. യോത്താമിനെയും യോവാഷിനെയും, ഡി. ഗാലിനെയും സെബൂളിനെയും. ശരിയുത്തരം ബി. സേബായെയും സൽമുന്നായെയും. 28-ാമത്തെ ചോദ്യം, ഗിദെയോൻ ഏതു ദേശക്കാരോടാണ് വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയുമെന്ന് പറഞ്ഞത്? എ. സുക്കോത്ത് നിവാസികളോട്, ബി. ജോർദാൻ നിവാസികളോട്, സി. കാർക്കൂർ നിവാസികളോട്, ഡി. പെനുവേൽ നിവാസികളോട്. ശരിയുത്തരം ഡി. പെനുവേൽ നിവാസികളോട്. 29-ാമത്തെ ചോദ്യം, ഗിദെയോൻ്റെ ആദ്യ ജാതൻ? എ. യോവാഷ്, ബി. യദർ, സി. യോത്താം, ഡി. അബിമലക്. ശരിയുത്തരം ബി. യദർ. 30-ാമത്തെ ചോദ്യം, ഞങ്ങളെ ആര് ഭരിക്കണമെന്നാണ് ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞത്? എ. ഗിദെയോൻ, ബി. ഗിദെയോനും പുത്രനും, സി. ഗിദെയോനും പുത്രനും പൗത്രനും, ഡി. ഗിദെയോൻ്റെ പുത്രനും പൗത്രനും. ശരിയുത്തരം സി. ഗിദെയോനും പുത്രനും പൗത്രനും. 31-ാമത്തെ ചോദ്യം, ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എൻ്റെ മകനും ഭരിക്കയില്ല, പിന്നെയോ ആര് നിങ്ങളെ ഭരിക്കുമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? എ. കർത്താവ്, ബി. മിദിയാൻകാർ, സി. സേബ, ഡി. കർത്താവിൻ്റെ ദൂതൻ. ശരിയുത്തരം എ. കർത്താവ്. 32-ാമത്തെ ചോദ്യം, മിദിയാൻകാർ ആരായിരുന്നതിനാലാണ് അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. യഹൂദർ, ബി. സമ്പന്നർ, സി. ഇസ്മായേല്യർ, ഡി. വ്യാപാരികൾ. ശരിയുത്തരം സി. ഇസ്മായേല്യർ. 33-ാമത്തെ ചോദ്യം, സേബായും സൽമുന്നായും ഏതു സൈന്യത്തിൽ ശേഷിച്ച 15,000-ഓളം ഭടന്മാരോടുകൂടെയാണ് കാർക്കൂറിൽ താവളമടിച്ചിരുന്നത്? എ. കാനാനിലെ, ബി. പൗരസ്ത്യ ദേശക്കാരുടെ, സി. മിദിയാനിലെ, ഡി. അമലേക്യരിലെ. ശരിയുത്തരം ബി. പൗരസ്ത്യ ദേശക്കാരുടെ. 34-ാമത്തെ ചോദ്യം, ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ആരെയാണ് തങ്ങളുടെ ദൈവമാക്കിയത്? എ. അഷേര പ്രതിഷ്ഠയെ, ബി. അസ്താർത്തെ ദേവതകളെ, സി. ബാൽബറീത്തിനെ, ഡി. കാളക്കുട്ടിയെ. ശരിയുത്തരം സി. ബാൽബറീത്തിനെ. 35-ാമത്തെ ചോദ്യം, കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കിയ ജെറുബാലിൻ്റെ പുത്രൻ? എ. യദർ, ബി. യോത്താം, സി. സെബൂൾ, ഡി. അബിമലക്. ശരിയുത്തരം ഡി. അബിമലക്. 36-ാമത്തെ ചോദ്യം, അബിമലക്കിൻ്റെ അമ്മയുടെ ദേശം? എ. ഷെക്കെം, ബി. ബത്മില്ലോ, സി. ഗരീസിം, ഡി. തെബസ്. ശരിയുത്തരം എ. ഷെക്കെം. 37-ാമത്തെ ചോദ്യം, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ എന്ന് പറഞ്ഞത് ഏത് വൃക്ഷം? എ. അത്തിമരം, ബി. ഒലിവുമരം, സി. മുന്തിരി, ഡി. ഓക്കുമരം. ശരിയുത്തരം ബി. ഒലിവുമരം. 38-ാമത്തെ ചോദ്യം, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമലക്കിനെ രാജാവാക്കുന്നത്? ജെറുബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? ആരുടെ വാക്കുകൾ? എ. യദർ, ബി. ഗാൽ, സി. ഏബദ്, ഡി. യോത്താം. ശരിയുത്തരം ഡി. യോത്താം. 39-ാമത്തെ ചോദ്യം, യോത്താം ആരെയാണ് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? എ. യദർ, ബി. ഗാൽ, സി. അബിമലക്, ഡി. ജായിർ. ശരിയുത്തരം സി. അബിമലക്. 40-ാമത്തെ ചോദ്യം, യോത്താം ഷെക്കെമിനെതിരെ ഉയർത്തിയ പരാതികളിൽ പെടാത്തതേത്? എ. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു, ബി. എൻ്റെ പിതാവിൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു, സി. എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമലക്കിനെ രാജാവായി വാഴിച്ചു, ഡി. ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയമെടുത്ത് അബിമലക്കിന് കൊടുത്തു. ശരിയുത്തരം ഡി. ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയമെടുത്ത് അബിമലക്കിന് കൊടുത്തു. 41-ാമത്തെ ചോദ്യം, അബിമലക്കിനും ഷെക്കം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം എന്തിനെ അയച്ചപ്പോഴാണ് അവർ അബിമലക്കിനെ വഞ്ചിച്ചത്? എ. ദൂതനെ, ബി. ചാരനെ, സി. പിശാചിനെ, ഡി. ദുരാത്മാവിനെ. ശരിയുത്തരം ഡി. ഒരു ദുരാത്മാവിനെ.
42-ാമത്തെ ചോദ്യം, ഗാലിൻ്റെ പിതാവ്? എ അബീമലക്, ബി ഏബദ്, സി യോത്താം, ഡി ഗിദയോൻ. ശരി ഉത്തരം ബി ഏബദ്. 43-ാമത്തെ ചോദ്യം, ആരാണ് ഈ അബീമലക്? അവനെ സേവിക്കേണ്ടതിന് ശെക്കെംകാരായ നാം ആര് എന്ന് ചോദിച്ചത് ആര്? എ ഏബദ്, ബി യോത്താം, സി ഗാൽ, ഡി സെബൂൾ. ശരി ഉത്തരം സി ഗാൽ. കൊള്ളയടിക്കുകയും. 44-ാമത്തെ ചോദ്യം, ഏതു ദേശക്കാരാണ് മലമുകളിൽ അബിമലക്കിനെതിരെ ആളുകളെ പതിയിരുത്തുകയും ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും കൊള്ളയടിക്കുകയും ചെയ്തത്? എ ഷെക്കെംകാർ, ബി മിദ്യാൻകാർ, സി ജോർദാൻകാർ, ഡി അറുമായിൽക്കാർ. ശരി ഉത്തരം എ ഷെക്കെംകാർ. 45-ാമത്തെ ചോദ്യം, ജെറുബാലിൻ്റെ കിങ്കരനും ഡാഷുമായിരുന്നു സെബൂൾ. എ നഗരാധിപൻ, ബി രാജാവ്, സി പ്രഭു, ഡി സൈന്യാധിപൻ. ശരി ഉത്തരം എ നഗരാധിപൻ. 46-ാമത്തെ ചോദ്യം, അബീമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് ഗാൽ നഗരാധിപനായ സെബൂളിനോട് പറഞ്ഞതെന്ത്? എ ഒരു കൂട്ടം ആളുകൾ വരുന്നു, ബി അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു, സി ആരൊക്കെയോ വരുന്നുണ്ട്, ഡി അവരോട് പൊരുതാൻ എന്നെ സഹായിക്കുക. ശരിയുത്തരം ബി അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. 47-ാമത്തെ ചോദ്യം, നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ആര് ആരോട് പറഞ്ഞു? എ ഗാൽ അബിമലക്കിനോട്, ബി നഗരാധിപനായ സെബൂൾ ഗിലെയാദിനോട്, സി നഗരാധിപനായ സെബൂൾ ഗാലിനോട്, ഡി യോത്താം അബിമലക്കിനോട്. ശരി ഉത്തരം സി നഗരാധിപനായ സെബൂൾ ഗാലിനോട്. 48-ാമത്തെ ചോദ്യം, അബീമലക് പടയാളികളുമായി ഏതു ക്ഷേത്രത്തിൻ്റെ കോട്ടയോട് ചേർത്തിട്ട് തീവച്ചപ്പോഴാണ് 1000-ഓളം വരുന്ന ഷെക്കെം ഗോപുരവാസികൾ കൊല്ലപ്പെട്ടത്? എ തെബസ്, ബി എൽബറീത്ത്, സി ജെറൂസലേം, ഡി ജെറീക്കോ. ശരിയുത്തരം ബി എൽബറീത്ത്. 49-ാമത്തെ ചോദ്യം, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക. ആര് ആരോട് പറഞ്ഞു? എ ഗിദയോൻ ആയുധവാഹകനായ യുവാവിനോട്, ബി സിസേറ ആയുധവാഹകനായ യുവാവിനോട്, സി അബീമലക് ആയുധവാഹകനായ യുവാവിനോട്, ഡി അബീമലക് സെബൂളിനോട്. ശരിയുത്തരം സി അബീമലക് ആയുധവാഹകനായ യുവാവിനോട്. 50-ാമത്തെ ചോദ്യം, അബീമലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ തോലയുടെ പിതാവ്? എ പൂവ, ബി ജായിർ, സി ജഫ്ത, ഡി ദോദോ. ശരിയുത്തരം എ പൂവ. 51-ാമത്തെ ചോദ്യം, എഫ്രായിം മലനാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ നയിച്ചതാര്? എ അബീമലക്, ബി ജായിർ, സി ജഫ്ത, ഡി തോല. ശരിയുത്തരം ബി ജായിർ. 52-ാമത്തെ ചോദ്യം, കാമോനിൽ അടക്കപ്പെട്ട ജായിർ ഏതു ദേശക്കാരനായിരുന്നു? എ സിറിയ, ബി ഗിലെയാദ്, സി മൊവാബ്, ഡി ജോർദാൻ. ശരിയുത്തരം ബി ഗിലെയാദ്. 53-ാമത്തെ ചോദ്യം, ദോദോ ഏതു ഗോത്രജനായിരുന്നു? എ ഇസ്സാക്കർ, ബി സെബുലൂൺ, സി ഷിമയോൻ, ഡി ആഷേർ. ശരിയുത്തരം എ ഇസ്സാക്കർ. 54-ാമത്തെ ചോദ്യം, ഗിലെയാദ് ദേശത്ത് ഹാവോത്ത് ജായിർ എന്നറിയപ്പെടുന്ന എത്ര പട്ടണങ്ങളാണ് ജായിറിൻ്റെയും പുത്രന്മാരുടെയും അധീനതയിലായിരുന്നത്? എ 40, ബി 20, സി 30, ഡി 80. ശരിയുത്തരം സി 30. 55-ാമത്തെ ചോദ്യം, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പോയി ഡാഷിനോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. എ ആസ്താർത്തെ ദേവതകളോട്, ബി തിരഞ്ഞെടുത്ത ദേവന്മാരോട്, സി ബാൽബറീത്തിനോട്, ഡി അഷേര പ്രതിഷ്ഠകളോട്. ശരിയുത്തരം ബി തിരഞ്ഞെടുത്ത ദേവന്മാരോട്. ഞങ്ങൾ പാപം ചെയ്തുപോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യായാധിപൻ 10-ാം അധ്യായം 15-ാം വാക്യം.